ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് എനിക്ക് റീച്ച് ഇട്ടാനോ നിങ്ങൾ ഷെയർ ചെയ്യാനോ ഒന്നും വേണ്ടിയിട്ടല്ല കേട്ടോ. അങ്ങനെ ഒരിക്കലും കണക്കാക്കരുത്. ഇത് നമ്മളൊക്കെ ഇത്രയേ ഉള്ളൂ. മനുഷ്യനെന്ന് പറഞ്ഞാൽ ഇത്ര. നമ്മളെ കണ്ടിട്ടില്ലേ, തൊട്ട അപ്പുറത്തെ വീട്ടിൽ ആ വീട്ടിൽ കയറാൻ പാടില്ല, ഈ വീട്ടിൽ കയറാൻ പാടില്ല, അങ്ങോട്ട് ചെല്ലാൻ പാടില്ല, ഇങ്ങോട്ട് ചെല്ലാൻ പാടില്ല, ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല, പള്ളിയിലേക്ക് മുസ്ലിം മറ്റ് വരാൻ പാടില്ല. ഇങ്ങനെ കുറേ ബോർഡുകൾ നമ്മുടെ മുന്നിലുണ്ടാവും. പക്ഷേ അതേപോലെ നമുക്ക് വഴി കൊടുക്കാത്ത ആളുകൾ, ഇവിടെ നമുക്ക് ഫസ്റ്റ് കണ്ടിരുന്നു വഴി കൊടുക്കാനുള്ള പ്രശ്നങ്ങളൊക്കെ. അങ്ങനെ മറ്റുള്ളവർ അകറ്റി നിർത്താൻ, അല്ലെങ്കിൽ നമ്മൾ ചെറിയ കാലം വരുമ്പോൾ പിണങ്ങി നിൽക്കുന്നവർ. പക്ഷെ ഒക്കെ ചിന്തിക്കണം. ജീവിതം എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു സെക്കൻഡുകളെ കൊണ്ട് എല്ലാം അവസാനിക്കുന്നു. അതൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ ഒരിക്കലും മറ്റു രീതിയിൽ തെറ്റിദ്ധരിക്കരുത്. ഇത് നിങ്ങൾ ഷെയർ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമില്ല, ലൈക്ക് ചെയ്യണമെന്നും ആഗ്രഹമില്ല, കമൻറ്റ് ചെയ്യണമെന്നും ആഗ്രഹമില്ല. പക്ഷേ ജീവിതം ഇത്രയേ ഉള്ളൂ, നമ്മളൊക്കെ ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള രീതിയിൽ നിൽക്കുന്നവരുണ്ടെങ്കിൽ അവർ ജസ്റ്റ് ഒന്ന് മിണ്ടാൻ നമ്മൾ ശ്രമിക്കുക. നമ്മുടെ ഭാഗത്ത് തെറ്റുകൾ ഒരു ഭാഗത്ത് തെറ്റായിക്കോട്ടെ, പക്ഷെ എന്നാലും ക്ഷമ അതൊന്ന് കാണിക്കാൻ നമ്മൾ തയ്യാറാവുക. അപ്പോൾ ബാക്കിയുള്ള വീഡിയോ കണ്ടു നോക്കിട്ടോ ശരിക്കും മനസ്സിലാവും നമ്മൾ ഇത്രയേ ഉള്ളൂ എന്നിട്ടോ. നമസ്കാരം. നമ്മളിപ്പോൾ ചൂരൽമലയിലാട്ടോ. അപ്പോൾ നമ്മുടെ അതിൻ്റെ ബാക്കിലാണ് നമ്മുടെ GVHS വല്ലാർമല. സത്യം പറഞ്ഞാൽ അവിടെ നിൽക്കുമ്പോൾ വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. കാരണം നമ്മളന്ന് വീഡിയോയിൽ മാത്രമാണ് നമ്മളെല്ലാം കണ്ടിരിക്കുന്നത്. അതാണ് ഈ സ്കൂളിൻ്റെ ഒക്കെ ഒരവസ്ഥ. ശരിക്കും ചൂരൽമലയുടെ അവസ്ഥ ഉണ്ടോ, ഇതാണ്. അതേപോലെ ഇതിനകത്ത് നോക്കിയാണ് അന്ന് ഡെഡ് ബോഡി ഉണ്ടായിരുന്നത്. അത് നമുക്ക് വല്ലാത്ത സങ്കടം തന്നെ, വല്ലാത്ത ഫീലാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. ദൈവം എല്ലാവർക്കും ആത്മശാന്തി കൊടുക്കട്ടെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയുണ്ട് ഇതിനകത്ത്. ഒന്നുണ്ടോ ഇവിടെയൊക്കെ നോക്കുമ്പോൾ ഞാൻ ബാക്ക് കാണിച്ചിട്ട് ജസ്റ്റ് നോക്കുക. ഇതിനകത്തൊക്കെ ഉണ്ടോ ഒരു സ്കൂളിൻ്റെ താഴ്ഭാഗമാണ് കണ്ടോ, ക്ലാസ് റൂമുകളൊക്കെയാണ് ഈ കാണുന്നത്. അതേപോലെ വെള്ളം കയറിയിട്ട് GVHS വല്ലാർമല. പിന്നെ നമ്മൾ താഴെ ഇറങ്ങി വരുമ്പോൾ ഏകദേശം ഇതാണോ, ഇവിടെ നമ്മൾ ബെയിലി പാലം ഞങ്ങളിപ്പോൾ കടന്നു പോന്നു. ബെയിലി പാലം കടന്ന് ഞങ്ങളിവിടെ എത്തി. ഇതാ ഉണ്ടോ, അവിടെ താഴെയാണ് ബെയിലി പാലം വരുന്നത്. എന്താ ഈ സ്കൂളിൻ്റെ അകം കണ്ടോ, ഒരു സ്കൂളാണ് ഈ ഒരു കോലത്തിലായിട്ടുണ്ടോ. ഇതിനകത്തിപ്പോൾ നമുക്ക് ഡെഡ് ബോഡി ഉണ്ടോ ഇല്ലയെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അത്രയും ആളുകൾ ഇവിടെ ഇതായിട്ടുണ്ട്. ഇതുണ്ടോ, ഒരു സ്കൂളിൻ്റെ അകമാണ് ഈ കാണുന്നത് നമ്മൾ. എന്നാലും വല്ലാത്തൊരു ദുരന്തം തന്നെയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമുക്ക് പറയാൻ വാക്കുകളില്ല, അല്ലെങ്കിൽ നമുക്ക് ഇവരോടൊക്കെ എന്ത് പറയണമെന്നറിയില്ല. അത്രയും വല്ലാത്തൊരു കോലത്തിലാണ്. അതാ ഇവിടെ ഇപ്പോൾ ചെറിയ വെള്ളച്ചാട്ടും അതേപോലെ അവിടെയാണ് ബെയിലി പാലം. നമ്മളിപ്പോൾ ബെയിലി പാലം കടന്നു വന്നു. ഈ പാറകളൊക്കെ അതിൽ വന്നാണ്. ചെറിയൊരു തോട് മാത്രം അവിടെ ഉണ്ടായിരുന്നു. ആ തോട്ടിലേക്കാണ് ഈ ലെവലിൽ വന്ന് പതിച്ചിരുന്നത്. ഇത് നമ്മൾ മേലേക്കാണ്, ചൂരൽമലയൊക്കെ പോകണം. ബാക്കി കാണിച്ചു തരാം കേട്ടോ. കാരണം സ്കൂളിൻ്റെ ഒക്കെ അവസ്ഥ ഉണ്ടോ. നമ്മളെ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് പിണറായി വിജയൻ സാറൊക്കെയാണ്. പക്ഷേ കെട്ടിടത്തിന് ആയുസ്സുണ്ടായില്ല. കെട്ടിടത്തിനല്ല, പഠിക്കാൻ ആയുസ്സുണ്ടായില്ലായിരിക്കും. അതാണ്. എന്ത് ഭംഗിയുള്ള സ്ഥലമല്ലേ. പക്ഷേ ഒരു കാര്യമില്ലാതെ പോയി. വല്ലാത്തൊരു ദൈവത്തിൻ്റെ വികൃതികൾ എന്നൊക്കെ പറയില്ലേ, അതുണ്ടോ. ഇതിനകത്തൊക്കെ നമ്മൾ കയറി കഴിഞ്ഞാൽ ഇതാണ് പാട് കണ്ടോ. നല്ല ചേറും ചളിയും നിറഞ്ഞിട്ട് കണ്ടോ, അതാണ് അവസ്ഥ. ഇതിനകത്തുനിന്നൊക്കെയാണ് ആലോചിക്കാൻ പോലും വയ്യാട്ടോ. ഈ വീട്ടുകാരൊക്കെ അവസ്ഥ എന്തായി ഉണ്ടാവല്ലേ, ഈ വീട്ടുകാരൊക്കെ അവസ്ഥയെ. ഈ ജാതി പാറകളൊക്കെയാണ് അന്ന് വീണുണ്ടോ.
ഇവിടെ ഒരു വണ്ടി കിടക്കണുണ്ടോ, ഇത് അവിടെ നിന്നൊരു വീടാട്ടോ. ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ആയിട്ട് താമസിച്ചവരായിരിക്കും. അതുണ്ടോ ഇത്രയ്ക്ക് ചളി നിറഞ്ഞ് കിടക്കുക. അല്ലാഹു, ഈ കാണുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്ത വേദന കേട്ടോ. എന്നുണ്ടോ ഒരു സങ്കടം ശരിക്കും പറഞ്ഞു. എൻ്റെ രണ്ട് സൈഡിൽ കൂടിയും ഉണ്ടോ ഒരു വീടിൻ്റെ മൊത്തം അടച്ചറപ്പ്. എന്താ അല്ലേ, ഉള്ള നിങ്ങളുടെ അവസ്ഥ തരാതിരിക്കട്ടെ. ഉണ്ടോ ബ്രാൻഡ് വരെ അതിനകത്തുണ്ട്. പാവം അടച്ചോനെ. ഇത് നമ്മൾ വീഡിയോ എടുക്കാന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് തന്നെ വല്ലാത്തൊരു സങ്കടം കേട്ടോ. പിന്നെ ഇതെല്ലാവരും ഒന്ന് കണ്ടിരിക്കാന്നല്ല, എല്ലാവരും കണ്ടിട്ടുണ്ടാവും ന്യൂസ് ചാനലും കാര്യങ്ങളൊക്കെ ആയിട്ട്. സത്യം പറഞ്ഞാൽ സൗണ്ട് വരെ പൊങ്ങണില്ല കേട്ടോ. വേണ്ടോ എന്തെന്നാ പറയേണ്ടതെന്ന് അറിയണില്ല സത്യം പറയാം. എന്താ പറയേണ്ടത് അല്ലെങ്കിൽ എന്താണ് എങ്ങനെയാണ് ഒരു ഐഡിയ കിട്ടുന്നില്ല. മറ്റേത് വ്ളോഗ് ചെയ്യുമ്പോൾ ഭയങ്കര സ്മാർട്ടാവും, പക്ഷെ ഇത് സ്മാർട്ട് പോയിട്ട് സങ്കടം സത്യം പറഞ്ഞാൽ വരുന്നത് അല്ലേ. ഉണ്ടോ ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് കാര്യങ്ങളായിട്ട് കിടന്നുറങ്ങിയ ആളുകളായിരിക്കില്ലേ. നേരം വെളുത്ത് എണീറ്റപ്പോൾ അവിടെയൊക്കെ വീട് കയറി വരണുള്ളൂ. ബാക്കിൽ കണ്ടോ പുതിയ വീട് കയറി വരണുള്ളൂ. നേരം വെളുത്ത സമയത്ത് സകല സ്വപ്നങ്ങളും സകല കാര്യങ്ങളും ഒക്കെ മണ്ണിനടിയിൽ. എന്താ അല്ലേ, പറയാനുള്ളൊരു ലെവൽ കിട്ടില്ല കേട്ടോ. ശരി, എന്താ നമ്മൾ വീഡിയോ മോഡലും കാണിച്ചിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യും കേട്ടോ. അന്നത്തെ വീഡിയോ അതൊരു വണ്ടി കിടക്കണ കിടപ്പ് കണ്ടോ. ഇതാണ് ആ ചെറിയ അങ്ങാടി ഉണ്ടായിരുന്നത്. കടകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ചുലമല ചെറിയ അങ്ങാടി എൻ്റെ ഇതുണ്ടാകുന്നില്ലേ, അതാണത്. കുറച്ച് കടകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആ ഹൈറ്റിലൊക്കെ ചേറ് വന്ന് നിറയണമെങ്കിൽ ഇതിൻ്റെ ആഘാതം മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ഇപ്പോൾ കാണാൻ നമുക്കറിയാം, അറിയില്ല അതിൻ്റെ ആഘാതം എത്രയാണെന്ന് മനസ്സിലാവാം. ഈ പള്ളി ഒക്കെ എത്രയോ ഹൈറ്റിലാണുള്ളത് കേട്ടോ. ഒരു ജീപ്പ് എടുക്കണം കേട്ടോ. ഇത് എത്രയോ ഹൈറ്റിലാണ് ഈ പള്ളി ഉള്ളത്. ഇത്രയും ഹൈറ്റിൽ സത്യം പറഞ്ഞാൽ സങ്കല്പിക്കാൻ പോലും പറ്റണില്ല കേട്ടോ നമുക്ക്. ശരിക്കും എന്താ പറയണേ, ഞാൻ നേരത്തെ പറഞ്ഞ എത്ര പറയണമെന്ന് പറയണില്ല. എന്താ ഈ ഒരു പള്ളിയിലന്ന് കുറേ ആളുകൾ കയറി നിന്നിട്ട് കുറച്ച് ആളുകളൊക്കെ അന്ന് കഴിച്ചില്ലായിരുന്നു, കുറച്ച് ഇവിടെ നിന്ന് തോന്നുന്നു. എന്താ ഇതിനകത്തൊക്കെ ഇത്രയും ലെവലിൽ ഈ സാധനം ഇതാണ് ഉണ്ടാവും. എത്രയോ ഹൈറ്റിലതുള്ളത് പള്ളി ഉണ്ടോ. അവിടെ നിന്ന് എത്രയോ ഹൈറ്റിലാണുള്ളത്. ആ ഹൈറ്റിൽ നിന്ന് ഇവിടുന്ന് വന്ന് ഇത്രയും വെള്ളം കയറണമെങ്കിൽ സിറ്റുവേഷൻ ആലോചിച്ചാൽ നമ്മൾ ആണോ പൊട്ടിയ ഭാഗത്തോ എത്രയോ ഹൈറ്റ് ഉണ്ട് ഇവിടെ. ആ ഹൈറ്റിലേക്ക് ഇത്രയും ഭാഗം പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആഘാതം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ദൈവം ആർക്കും ഇങ്ങനത്തെ അവസ്ഥ തരാതിരിക്കട്ടെ കേട്ടോ. ഈ വീഡിയോ ഇവിടെ ഉള്ളവരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. കാരണം ഇങ്ങനൊരു നമ്മളെപ്പോഴും ഏത് രാത്രി ഉറങ്ങുമ്പോൾ നമ്മളൊന്ന് അലേർട്ടായിരിക്കുക എന്നുള്ളത്, പക്ഷെ എത്ര അലേർട്ടായാലും ദൈവം വെച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലേ. എന്തായാലും ദൈവം ആത്മശാന്തി നൽകട്ടെ എല്ലാവർക്കും, ബാക്കി കുടുംബങ്ങൾക്ക് ക്ഷമ നൽകട്ടെ. അതേ സമയത്ത് പറയാൻ പറ്റൂ. നമ്മളിപ്പോൾ ഇന്നലെ ഒന്നുമില്ല.
ഒരുപാട് വീടുകളുണ്ട്, പക്ഷെ ഇതിലൊന്നും ആൾ താമസമില്ല കേട്ടോ. എല്ലാവരും പോയി. എന്താ ഈ വീടിനകത്തൊക്കെ ഈ വീഡിയോ കാണുന്ന ആളുകൾ ഈ വീട്ടിലുള്ളവരൊക്കെ ആണെങ്കിൽ എന്താണോ വലിയ കുഴികളാണ് കിടക്കൽ. റോഡില്ല ഇപ്പോൾ. അതിനകത്തൊക്കെ നോക്കി നോക്കിയാൽ കയറുന്നില്ല കേട്ടോ ഉള്ളിലേക്ക്. ഇങ്ങനെ പോകുമ്പോൾ ഒരുപാട് വീടുകളുണ്ടോ ഇങ്ങനെ. ഇവിടെ ഇവിടെയൊക്കെ വീടുണ്ടാകുന്ന തോന്നുന്നുണ്ടോ. ഇവിടെയൊക്കെ അതിൻ്റെ അവശിഷ്ടങ്ങൾ കാണാണ്ട്. അതേപോലെ ഇവിടെ ഒരു ബൈക്ക് കിടക്കുന്നുണ്ട്. നമ്മളൊരു വണ്ടിയൊക്കെ എടുക്കുക എത്ര സ്വപ്നത്തിലല്ലേ. അതായത് ഇതുണ്ടോ ഒരു പൾസർ കിടക്കുന്ന കോലാണ് ഈ കാണുന്നത്. ഇതുണ്ടോ ഒരു പൾസർ ബൈക്കാണ് ഈ കാണുന്നത്. കണ്ടോ എന്നുണ്ടെങ്കിൽ ഒരു കണ്ടോ കാണുമ്പോൾ തന്നെ വല്ലാത്ത ഫീലാട്ടോ. ഇവിടെ വീടുണ്ടായിരുന്നു തോന്നുന്നു. എന്താണ് നമ്മളിവിടുന്ന് ഇറങ്ങാണ് മതി. എന്താണ് ഇവിടെ വീട്. ഇതിലൊക്കെ ഒരുപാട് വീടുണ്ട്, പക്ഷേ അതിലൊന്നും ആരും താമസമില്ല കേട്ടോ. ചൂരൽമലയും മുത്തുമലയൊക്കെ പകുതി മുക്കാൽ ഭാഗം കണ്ടില്ലേ. ഫുൾ ഭാഗത്തേക്ക് നമുക്ക് പോകാനോ വരാനോ നമുക്കുള്ള സിസ്റ്റം ഇല്ല. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ വ്ളോഗ് തുടങ്ങുമ്പോൾ പറഞ്ഞ പോലെ ഒത്തിരി സന്തോഷത്തോടെ തുടങ്ങാനാണ് വ്ളോഗ് സത്യം പറഞ്ഞാൽ. പക്ഷേ ഈ ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത് ഒരുപാട് സങ്കടത്തോടെയാണ്. അപ്പോൾ എന്തായാലും ദൈവം നമ്മുടെ യാത്രകളൊക്കെ നല്ലതിനാക്കട്ടെ. ഇതൊക്കെ ശരിക്കും നമ്മൾ പ്രാവശ്യം വന്ന് കാണണം. കാരണം പ്രകൃതിയുടെ ലെവൽ നമുക്ക് കാണാൻ, ദുരിതം എന്താണെന്നറിയാം, കഷ്ടപ്പാട് എന്താണെന്നറിയാം. എന്തായാലും ഇതിൽ പെട്ടവർക്കെല്ലാം ദൈവം ആത്മശാന്തി നൽകട്ടെ. ജീവിച്ചിരിക്കുന്ന കുടുംബങ്ങൾക്ക് മനസ്സമാധാനം നൽകട്ടെ, ക്ഷമ നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ തൽക്കാലം ഞാൻ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട്.